പൗരത്വ നിയമ ഭേദഗതി എന്നത് കേവലമായൊരു നിയമ ഭേദഗതിയല്ല. അത് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ കടക്ക് കത്തിവെക്കലാണ്. കാരണം പൗരത്വം മതാടിസ്ഥാനത്തിലാക്കലാണ്. പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുന്നത് നമ്മുടെ രാഷ്ട്രം മതനിരപേക്ഷത അംഗീകരിച്ച് ഇത്രയും കാലം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിന് ചേർന്നതല്ല എന്ന് നേരത്തെ മുതൽ ഭരണഘടന അംഗീകരിച്ചത് മുതൽ RSSും സംഘപരിവാറും പറയുന്നുണ്ട്. RSSൻ്റെ അജണ്ട നമ്മുടെ രാഷ്ട്രത്തെ മതാധിഷ്ഠിത രാഷ്ട്രമാക്കലാണ്. അതവർ മറച്ചു വച്ചിട്ടില്ല. ഇപ്പോൾ RSS അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് രണ്ടാം ഊഴം ലഭിച്ച ഉടനെ 2019 നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഈ പറയുന്ന നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഈ ഭേദഗതി വ്യാപകമായ പ്രതിഷേധമാണ് ഉയർത്തിയത്. ലോകരാഷ്ട്രങ്ങൾ ശക്തമായി എതിർക്കുന്ന നില സ്വീകരിച്ചു. ആരൊക്കെ? നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റിയതാണ്. അമേരിക്കയ്ക്ക് ഏറ്റവും സന്തോഷം പകരുന്നൊരു കാര്യം, ഇന്ത്യയെപ്പോലൊരു രാഷ്ട്രം അമേരിക്കയുടെ കൂടെ എല്ലാ കാര്യത്തിലും നിൽക്കുന്നു. ലോക സംഭവവികാസങ്ങളിൽ അമേരിക്കയ്ക്ക് അനുകൂലമായ നിലപാടിലേക്ക് ഇന്ത്യ എത്തിയ ആ സംഭവം വലിയ സന്തോഷത്തോടെയാണ് അമേരിക്ക സ്വീകരിച്ചത്. പക്ഷേ ആ അമേരിക്കക്ക് ഇപ്പോൾ ഇന്ത്യയെ അപലപിക്കേണ്ടി വന്നു. ഈ മതാടിസ്ഥാനത്തിൽ പൗരത്വം ശരിയല്ല എന്ന് പറയേണ്ടി വന്നു. കാരണം ലോകം അത് അംഗീകരിക്കുന്നില്ല. ഒരുപാട് ലോകരാഷ്ട്രങ്ങൾ അതിനെതിരെ അണിനിരന്നു. ഐക്യരാഷ്ട്രസഭ അതിനെതിരെ പ്രതികരിച്ചു. നമ്മുടെ രാജ്യം പരിഷ്കൃത ലോകത്തിൽ നിന്നും ഒറ്റപ്പെടുന്ന അവസ്ഥയിലായി. ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള കാര്യം. നമ്മുടെ രാജ്യത്താണെങ്കിൽ ഏറെക്കുറെ എല്ലാവരും മതനിരപേക്ഷ ചിന്താഗതിക്കാർ മുഴുവൻ അതിനെതിരെ അണിനിരന്നു. എപ്പോൾ? 2019 2020 ആദ്യവും. അന്ന് നമ്മുടെ മുന്നിൽ തിരഞ്ഞെടുപ്പൊന്നുമില്ല. തിരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടല്ല അതിനെതിരെ നമ്മുടെ രാജ്യം അണിനിരന്നത്. അങ്ങനെ പ്രതിഷേധിച്ചതിൻ്റെ ഭാഗമായി ദേശീയ നേതാക്കൾ വലിയ തോതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ രാജ്യ തലസ്ഥാനത്ത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും ജനറൽ സെക്രട്ടറിമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, നമ്മുടെ കൂടെ ഇന്ന് സ്റ്റേജിലിരിക്കുന്ന സഖാവ് ബിനോയ് വിശ്വം, ഇങ്ങനൊരു വലിയ നിരയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ ആ വഴിക്ക് എവിടെയെങ്കിലും കണ്ടോ? നമ്മൾ ഇവിടുന്ന് ജയിച്ചു പോയ 18 അംഗ സംഘത്തിൽ ആരെയെങ്കിലും ഈ പ്രതിഷേധത്തിൽ എവിടെയെങ്കിലും കാണാനായോ? എന്തേ കോൺഗ്രസ് തീർത്തും മാറി നിൽക്കാൻ കാരണം? ഇതാണ് നാം ആലോചിക്കേണ്ട കാര്യം. അവിടെ
വലിയ തോതിൽ പിന്നീടും പ്രതിഷേധമുയർന്നു. പ്രതിഷേധിച്ചവർക്ക് നേരെ സംഘപരിവാർ ആക്രമണം അഴിച്ചു വിട്ടു. അവിടെയും ഓടിയെത്തിയത് ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളുമായിരുന്നു. അതിന് ഡൽഹി പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരി അടക്കം പേരുണ്ടായി, ഇടതുപക്ഷ നേതാക്കളുടെ പേരുണ്ടായി. ഏതെങ്കിലും കോൺഗ്രസ്സുകാരൻ്റെ പേര് അതിലെവിടെയെങ്കിലും കാണാൻ നമുക്ക് കഴിഞ്ഞോ? എന്താണ് ഇതുപോലൊരു പ്രശ്നത്തിൽ സംഘപരിവാറിൻ്റെ അജണ്ടയോടൊപ്പം നിന്ന് നിസ്സംഗത പാലിക്കാൻ കോൺഗ്രസ്സിനെ പ്രേരിപ്പിച്ചത്? ഇവിടെ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് നമ്മുടെ പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തിരുന്നു. കേരളത്തിൽ നടന്ന പ്രതിഷേധ പരിപാടികൾ ഈ നിയമഭേദഗതി വന്നപ്പോൾ അതേ ഘട്ടത്തിൽ തന്നെ കേരളം പ്രഖ്യാപിച്ചു ഈ സംസ്ഥാനത്ത് പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കില്ല എന്ന്. മാത്രമല്ല, അതിൻ്റെ തുടർച്ചയായി ഒരു വലിയ പ്രതിഷേധ സംഗമം തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നാം സംഘടിപ്പിച്ചു. അതിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളുമെല്ലാം ഉണ്ടായി. എല്ലാവരും നമ്മുടെ സമൂഹത്തിലെ വിവിധ സാമൂഹ്യ സംഘടനകളുടെ എല്ലാ പ്രതിനിധികളും അതിലുണ്ടായി. കേരളത്തിൻ്റെ ആകെ പരിച്ഛേദം ശക്തമായ പ്രതിഷേധമുയർത്തി. തുടർന്ന് സർവകക്ഷി യോഗം ചേർന്നു. ഈ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടു. നിയമസഭയുടെ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർത്തു. അതിൽ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളുമെല്ലാം പങ്കെടുത്തു. അവിടെ ഏകണ്ഠമായി ഈ പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണമെന്നാവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ അംഗീകരിച്ചു. ഇതെല്ലാം ഏകണ്ഠമായി ചെയ്തതാണ്. പക്ഷേ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പരസ്യമായി ഇത്രയെല്ലാം നടപടികൾ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, നിയമസഭ പ്രമേയം പാസ്സാക്കിയതുകൊണ്ട് കേന്ദ്രം പാസ്സാക്കിയ നിയമം നടപ്പാകാതിരിക്കുകയോ? എത്ര ചരിത്ര നിഷേധം ഉൾക്കൊള്ളുന്ന പ്രസ്താവനയാണത്. മാത്രമല്ല, ഞങ്ങൾ യോജിച്ച ഒരു പരിപാടിക്കും പങ്കെടുക്കില്ല എന്നും പ്രഖ്യാപിച്ചു. അപ്പോൾ എന്താണ് അത്തരമൊരു നിലപാടെടുക്കാൻ കാരണം? ഞങ്ങൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച എന്തെങ്കിലും നടപടിയുടെ ഫലമായിട്ടാണ് അവർക്ക് യോജിക്കാൻ കഴിയാതിരുന്നത് എന്നവരിതേവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരോട് നിർദ്ദേശിക്കാൻ അധികാരമുള്ള കേന്ദ്ര കോൺഗ്രസ് നേതൃത്വം നിങ്ങൾ ഇങ്ങനെ പോകരുത്, പിൻവാങ്ങണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ടാകാം. അതിൻ്റെ ഫലമായി അവർ പിൻവാങ്ങി. ഇതാണ് കോൺഗ്രസ്, ഇതാണ് നാം കാണേണ്ടത്. പോട്ടെ, ഇതെല്ലാം 4 വർഷം മുൻപുള്ള കാര്യമാണ്. ഇപ്പോൾ ഈ നിയമഭേദഗതി നടപ്പാക്കുന്നതിനായി ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കലാണ് ആ ചട്ടങ്ങളുമായി വരുന്നത്. എല്ലാവരും അതിൽ പ്രതിഷേധിച്ചു. കോൺഗ്രസിൻ്റെ ശബ്ദം ആരെങ്കിലും കേട്ടോ? എന്തേ കോൺഗ്രസ്സിന് പ്രതികരണമില്ലാത്തത്? കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റിനോട് മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ്, എന്താണ്
നിങ്ങളുടെ പ്രതികരണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ചോദ്യം ഏകദേശം സന്ധ്യ കഴിഞ്ഞപ്പോഴാണ്, രാത്രി ആലോചിക്കട്ടെ എന്നിട്ട് പറയാം. എന്തൊരു പരിഹാസ നിലപാടാണെന്ന് നോക്കണം. രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ രാജ്യത്താകെ ഒരു യാത്ര നടത്തുന്നു. രാജ്യത്തെയും ലോകത്തെയും വിഷയങ്ങളെല്ലാം അദ്ദേഹം പ്രതികരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മാത്രം ശബ്ദമില്ല. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇതിനെതിരെ ശബ്ദിക്കാൻ പോലും കഴിയാത്തത്? ഇപ്പോൾ എല്ലാ പാർട്ടികളും പ്രകടന പത്രിക പുറത്തിറക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രികയിൽ അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞിരിക്കുന്നു, പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും. കോൺഗ്രസ്സോ നിശബ്ദം. കോൺഗ്രസ് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് ഒരു ദിവസം ആ പ്രകടന പത്രികയെക്കുറിച്ച് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ അതിന് മറുപടിയായി നമ്മുടെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹം പറഞ്ഞത് വിശ്വസിച്ചോ അല്ല അദ്ദേഹവും മലയാള മനോരമയും ചേർന്നാണോ എന്നറിയില്ല, മലയാള മനോരമ ബാനർ ഹെഡിങ്ങിൽ ഫ്രണ്ട് പേജിൽ തന്നെ കൊടുത്തു. അതിൻ്റെ ചുരുക്കം ഇതാണ്. ഇവർ പറഞ്ഞിട്ടുണ്ട്, അത് മനസ്സിലാക്കാതെയാണ് കോൺഗ്രസ് പറഞ്ഞില്ല എന്ന് പറഞ്ഞത്. ആ പറഞ്ഞത് വസ്തുതാവിരുദ്ധമാണ്. ഇതിൻ്റെ പേജ് നമ്പർ എടുത്തു നോക്കൂ, അതിൽ കാണാം. അതിൽ ഖണ്ഡിക നമ്പർ ഇത്ര, അത് വായിക്കൂ, അതിൽ കാണാം. അപ്പോൾ പ്രകടന പത്രിക നോക്കാതെ ഈ പേജ് ഒന്ന് കണ്ണോടിക്കാതെ ആ ഖണ്ഡിക വായിക്കാതെ ഇത്തരമൊരു അഭിപ്രായം പറയുകയാണ് ചെയ്തത് എന്നാണ് സമർത്ഥിക്കാൻ നോക്കിയത്. അങ്ങനെ വന്നപ്പോൾ ആ പ്രകടന പത്രികയുമായി ആ വാർത്ത വന്ന ദിവസം പത്രസമ്മേളനം നടത്തി. ആ പ്രകടന പത്രിക മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ കാണിച്ചു, ഇതാണ് പ്രകടന പത്രിക, ഈ പറഞ്ഞ പേജ് ഇതാണ്, അതും കാണിച്ചു. ഖണ്ഡിക ഇതാണ്, ആ ഖണ്ഡികയിലെ വാചകങ്ങൾ ഓരോന്നായിട്ട് വായിച്ചു. എവിടെ CAA പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കുപോലും ഈ പ്രകടന പത്രികയിലില്ല. എത്ര വലിയ തെറ്റിദ്ധരിപ്പിക്കലാണ്, എത്ര വലിയ പച്ച നുണ നാടിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കലാണ്. എന്താണ് കോൺഗ്രസ്സിനത് കഴിയാത്തത്? അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ സംസാരിക്കാൻ വന്നത് നമ്മുടെ KPCCയുടെ ആക്ടിംഗ് പ്രസിഡൻറ്റും UDF കൺവീനറുമാണ്. അദ്ദേഹം പരസ്യമായി പറഞ്ഞു, ഞങ്ങൾക്കിതിന് സൗകര്യമില്ല, അതിന് നിങ്ങളെന്തിനാണ് ചോദിക്കുന്നത്? അത് ശരി, ആ പറയുന്നതാണ് ശരി, നിങ്ങൾക്ക് സൗകര്യമില്ല, അത് ആ തരത്തിൽ പറയാം. എന്താണ് സൗകര്യമില്ലാതായത്? നിങ്ങൾ ഈ രാജ്യത്തെ ഒരു മതനിരപേക്ഷ പാർട്ടിയാണെന്നാണല്ലോ പറയുന്നത്. ഇത് സംഘപരിവാർ അജണ്ടയാണ് എന്നതിൽ സംശയമുണ്ടോ? ലോകത്തെവിടെയെങ്കിലും അഭയാർത്ഥികളെ വിവേചനത്തോടെ കാണുന്നുണ്ടോ? മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന നില ലോകത്തെവിടെയെങ്കിലും അംഗീകരിക്കുന്നുണ്ടോ? എന്തേ നമ്മുടെ രാജ്യം അത്തരമൊരു അവസ്ഥയിലേക്ക് തള്ളിവിടുമ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയാത്തത്? ഞങ്ങൾക്ക് സൗകര്യമില്ല, അത് ശരിയായ മറുപടിയാണ്. ആ സൗകര്യമില്ലായ്മ യഥാർത്ഥത്തിൽ സംഘപരിവാർ അജണ്ടയോടൊപ്പം ചേരുന്നതുകൊണ്ടല്ലേ, സംഘപരിവാർ മനസ്സിനോടൊപ്പം ചേരുന്നതുകൊണ്ടല്ലേ. അപ്പോൾ സംഘപരിവാർ മനസ്സിനോട് സമരസപ്പെടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തി എന്നല്ലേ അത് കാണിക്കുന്നത്? ഇതാണ് പ്രശ്നം.